Stereochemical aspects of SN2 reaction. Substitution nucleophilic bimolecular reaction stereochemical aspect എങ്ങനെയാണെന്ന് പരിശോധിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു റിയാക്ഷൻ തന്നെ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു 2-halobutane ആണ് റിയാക്റ്റന്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇവിടെയുള്ള റിയാക്റ്റന്റിനെ KOH aqueous KOH എന്ന റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. ഈ റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുക? aqueous KOHലെ OH- അയോണുകൾ ഈ റിയാക്ഷനിലെ ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് OH- അയോണുകൾ ഇവിടുത്തെ കാർബൺ ആറ്റത്തിലേക്ക് പോസിറ്റീവ് ചാർജുള്ള കാർബൺ ആറ്റത്തിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. SN2 റിയാക്ഷനിൽ എങ്ങനെയാണ് ഈ അറ്റാക്ക് നടക്കുന്നത്? ബാക്ക് സൈഡ് അറ്റാക്ക് ആണ് നടക്കുന്നത് അല്ലേ? പോസിറ്റീവ് ചാർജുള്ള കാർബൺ ആറ്റത്തിലേക്ക് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഫൈൽ ആയിട്ടുള്ള OH- ബാക്ക് സൈഡ് അറ്റാക്ക് നടത്തുന്നു. ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? X- ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്യപ്പെടുകയും അതിന് പകരം പുതിയൊരു ബോണ്ട് OH ഗ്രൂപ്പുമായിട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ ഈ റിയാക്ഷൻ നമുക്ക് പറയാം 2-halobutane butane 2-ol ആയിട്ട് മാറുന്നു. ഈ റിയാക്ഷൻ ശ്രദ്ധിച്ചാൽ മൈനസ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതല്ലേ? ലീവോ ഫോം ആണ് ഈ കോമ്പൗണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്താണ്? ഒരു ഡെക്സ്ട്രോ ഫോം ആണ്. അതാണ് പ്ലസ് എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? ഒരു SN2 റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് അക്കംപനീഡ് വിത്ത് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇവിടെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് സംഭവിക്കുന്നത്. ഒന്ന് നോക്കൂ, ഇവിടെ CH3 ഗ്രൂപ്പ് ഈ സൈഡിലേക്കായിരുന്നു അല്ലേ? അതങ്ങോട്ട് മാറി തിരിഞ്ഞു. അപ്പോൾ സോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടുകളുടെ എല്ലാം തന്നെ റിയാക്ഷൻ മെക്കാനിസം SN2 റിയാക്ഷനിലാണ് നടക്കുന്നതെങ്കിൽ ഇറ്റ് ഓൾവേസ് അക്കംപനീഡ് ബൈ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വാൾഡൺ ഇൻവേർഷൻ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് സ്റ്റീരിയോകെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് SN1 റിയാക്ഷൻ, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ റിയാക്ഷൻസിൻ്റെ സ്റ്റീരിയോകെമിക്കൽ ആസ്പെക്ട്സ് എങ്ങനെയാണ്? ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു റിയാക്റ്റന്റിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ഹാലോബ്യൂട്ടൈൻ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ ഹാലോബ്യൂട്ടൈനെ സ്ട്രക്ചർ തന്നെ ഒന്ന് നോക്കൂ. അസിമെട്രിക് ആയിട്ടുള്ള കാർബൺ ആറ്റം ഒരു ഹാലജൻ ആറ്റമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു CH3 ഗ്രൂപ്പ്, H ഗ്രൂപ്പ്, CH2 CH3 ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട്, ഈ ഒരു ഓർഗാനിക് മോളിക്യൂൾ എങ്ങനെയാണ് ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക? ഇത് എന്ന് പറയുന്നത് കാർബൺ ആറ്റത്തിൽ ബൾക്കി ഗ്രൂപ്പ്സിൻ്റെ അറ്റാച്ച്മെൻ്റ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ന്യൂക്ലിയോഫൈലിന് വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം മോളിക്യൂൾസ് എന്താണ് ചെയ്യുക? ഇൻ ദ പ്രസൻസ് ഓഫ് എൻ അറ്റാക്കിംഗ് റിയേജൻറ്റ് ഇറ്റ് വിൽ ചേഞ്ച് ഇൻ ടു കറസ്പോണ്ടിങ് കാർബോകാറ്റയോൺ. ഇവിടെ ഹാലോബ്യൂട്ടയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കാർബോകാറ്റയോൺ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു പ്ലനാർ മോളിക്യൂളാണ്. ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കൂ, ഒരേ പ്ലെയിനിലല്ലേ? അതുകൊണ്ട് തന്നെ ഇത് പ്ലനാർ മോളിക്യൂളാണ്. മാത്രവുമല്ല ഈ മോളിക്യൂള് എക്കൈറാൽ മോളിക്യൂളാണ്. എങ്ങനെയാണ് ഈ കാർബോകാറ്റയോൺ ഫോം ചെയ്തത്? ഹാലോബ്യൂട്ടയിൽ നിന്നും ഹാലജൻ അയോൺ അല്ലെങ്കിൽ ഹാലൈഡ് അയോൺ മാറ്റപ്പെടുകയും ബാക്കിയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർബോകാറ്റയോൺ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന കാർബോകാറ്റയോൺ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കാർബോകാറ്റയോൺ OH- എന്ന ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ OH- ഈ ഒരു കാർബോകാറ്റയോണിന് ഫ്രണ്ട് സൈഡ് അറ്റാക്കാണ് നടക്കുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് -butane 2-ol എന്ന കോമ്പൗണ്ട് കിട്ടുന്നു. എന്നാൽ ഈ ഒരു പ്ലനാർ കാർബോകാറ്റയോണിന് OH- ബാക്ക് സൈഡിലൂടെ അല്ലെങ്കിൽ റയർ അറ്റാക്കാണ് നടക്കുന്നതെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് +butane 2-ol ആണ്. നമുക്ക് പറയാം ഈ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് കാർബോകാറ്റയോൺ ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യുകയും 50% +butane 2-olഉം 50% -butane 2-olഉം കിട്ടുന്നു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? SN1 റിയാക്ഷൻ്റെ ഫലമായിട്ട് 50%ൻ്റെയും 50%ൻ്റെയും ഒരു മിക്സർ കിട്ടുന്നു. സോ ദിസ് ഈസ് നോൺ ആസ് റെസിമിക് മിക്സ്ചർ. എന്താണ് റെസിമിക് മിക്സ്ചർ? D ഫോമും L ഫോമും 50% വീതം, അതായത് 50:50 റേഷ്യോയിൽ പ്രസൻ്റ് ആയിട്ടുള്ള മിക്സ്ചറിനെയാണ് റെസിമിക് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ
SN2 മെക്കാനിസത്തിലാണെങ്കിൽ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് എങ്കിൽ SN1 മെക്കാനിസത്തിൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് റെസിമൈസേഷൻ പ്രോസസ്സ് വഴിയാണ് അല്ലെങ്കിൽ റെസിമിക് മിക്സ്ചറാണ് അവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്.